ഹായ്, ഞങ്ങൾ എവിടെയാന്നറിയോ? ഞങ്ങളൊരു സ്ഥലം വരെ ഇങ്ങോട്ട് വന്നതല്ല, ചാലക്കുടിക്ക് ഒരു ആവശ്യത്തിനായിട്ട് വന്നപ്പോൾ പെട്ടെന്നുണ്ടായ തീരുമാനമാണ് അതിരപ്പള്ളി. അപ്പോൾ അതിരപ്പള്ളി വന്നപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയില്ലേ? വെള്ളം കുറവാ. അപ്പോൾ അതിരപ്പള്ളി വെള്ളം എല്ലാവർക്കും ലൈവ് കാണാൻ പറ്റണ്ട. ജസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് പറയുമോ? എവിലിന് എവിടെ ഉണ്ട്? ഹായ് പറ. ലൈവ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഹായ് പറയാമോ? അതിരപ്പള്ളി കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതിരപ്പള്ളി ഞങ്ങൾ കാണിച്ചു തരാം കറക്റ്റായിട്ട്. ദേ ഹായ് ജെറിൻ ബ്രോ ഹായ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ചാലക്കുടി. അപ്പോൾ അതിരപ്പള്ളിയിലുണ്ടോ? അപ്പോൾ അതിരപ്പള്ളി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ, ഞങ്ങൾ അതിരപ്പള്ളി കാണിച്ചു തരാം. ഇവിടെ അതിനൊക്കെ ഇവിടെ ഫിഷിനെ കണ്ടിട്ട്. എവിടെ ഫിഷ്? എവിടെ ഈ ഫിഷ് കാണാത്ത കഥയുണ്ടോ? സക്കർ. പിന്നെ വെള്ളം കുറച്ച് കൂടുതലാണ്, കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലൈൻ, ഈ വള്ളി കെട്ടിയിരിക്കുന്ന, ഈ കയറ് കെട്ടിരിക്കുന്നതിൻ്റെ അപ്പർ സൈഡിലേക്ക് ഇറങ്ങാൻ പാടില്ല. കണ്ടോ? അതിരപ്പള്ളി കാണണം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ അതിരപ്പള്ളി കറക്റ്റായിട്ട് വ്യൂ പോയിന്റിൽ നിന്ന് കാണിച്ചു തരുന്നതായിരിക്കും. എന്ത് പറ്റി? ചെരുപ്പിട്ടിട്ട് കാലുവെട്ടി പതിവാണല്ലോ. സജിത ചേച്ചി ഹായ്, എന്താ വിശേഷം? സുഖമായിട്ടിരിക്കണോ? കാണാൻ പറ്റുന്നുണ്ടോ? ലൈവ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഓൾറെഡി ഇങ്ങനെ കയറിങ്ങനെ ഒരെണ്ണം കെട്ടിയിട്ടുണ്ടോ? ഇതിൻ്റെ അപ്പുറം സൈഡിലേക്ക് കിടക്കാൻ പാടില്ല. ഇപ്പം മഴ വെള്ളം കൂടുതലായതുകൊണ്ട് ഇതിനപ്പുറത്തൊരു കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അതിൽ കൂടെ അങ്ങനെ ഒരു കയറ് പോകുന്നുണ്ട്. ആ ഒരു കാലൊക്കെ ഉണ്ട്. അവിടെയും വരെ ആദ്യം ഇറങ്ങായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, വെള്ളം ഇത്തിരി കൂടുതലായതുകൊണ്ട്. പിന്നെ അതിന് ഗാർഡുമാർ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഈ പോണ ചേണ്ടൊക്കെ അതിന് ഗാർഡാണ്. അപ്പോൾ ഫുൾ പ്രൊട്ടക്ഷനായിട്ടാണ്. ഒരാളെ പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാതെ. അത്രയ്ക്ക് വെള്ളം കൂടുതലാണ് ഇപ്പോൾ. വെള്ളം കൂടുതലാണ്. വെള്ളം കൂടുതലുള്ളതുകൊണ്ട് ഈ കയറായിട്ടാണ്. അതിരപ്പള്ളിയുടെ വ്യൂ കാണിച്ചെടുത്താലോ? വാ വാ, കാണാം. ഓക്കെ, ലൈവ് എല്ലാവരും കാണുന്നുണ്ട്. അതിരപ്പള്ളിയുടെ കറക്റ്റ് വ്യൂ കാണിച്ചു തരാട്ടാ. അതിരപ്പള്ളിയുടെ വ്യൂ എന്ന് പറഞ്ഞതേ ഈ അതിരപ്പള്ളി വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് വെള്ളം ചാടുന്ന വ്യൂ. പിന്നെ താഴത്തേക്ക് അവിടെ ആളുകൾക്ക് കണ്ടോ? ആ താഴെ നിന്ന് കുളിക്കാനൊക്കെ ഉണ്ട്, കണ്ടോ? ടിനിച്ചേട്ടാ ഹായ്. ആ സേഫാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് നന്നായിട്ട് വെള്ളമുണ്ട്. ഇപ്പോൾ വെള്ളം വീണ് കുത്തി ഇങ്ങനെ തെറിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അത്. താഴെ ആൾക്കാർക്ക് ഇറങ്ങി ഏകദേശം ഈ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ ആളുകൾ നിൽക്കണ്ടോ? അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴത്തുനിന്ന് കുളിക്കാം. നല്ല അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ മഴ കൊള്ളാം. മഴയുടെ വൈബ് നോക്കാൻ വേണ്ടി അതിന് വന്നതാണ്. പക്ഷെ മഴ ഒന്നും പെയ്തിട്ടില്ല. നല്ലൊരു ഡ്രൈവും ഒരു കിട്ടുന്ന ഓടി വന്നാണ്. ഇന്നും മഴയില്ല. പക്ഷെ ഇവിടെ താഴേക്ക് ആൾക്കാർക്ക് ഇറങ്ങി വേണമെങ്കിൽ കുളിക്കൊക്കെ ചെയ്യാട്ടോ. പക്ഷെ എന്ന് പറഞ്ഞാൽ ഒട്ടും സേഫ് അല്ല. പക്ഷെ എന്നാലും അവിടെ ഓൾറെഡി കയറൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. കാണാൻ പറ്റില്ല എനിക്ക്. കയറൊക്കെ കെട്ടി ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ആൾക്കാർക്കൊക്കെ ഇറങ്ങാം. പിന്നെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വെള്ളം എന്ന് പറയാനില്ല, കുഴപ്പമില്ല, എന്നാലും വെള്ളമുണ്ട്. അതിരപ്പള്ളി കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ടിനു അനിയ, ടിനിച്ചേട്ടനല്ല എന്നാ ടിനു അനിയ. അപ്പോൾ എൻജോയ് ചെയ്യണം, എല്ലാവരും എൻജോയ് ചെയ്യണം. ഇങ്ങോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കേട്ടോ. ഈ ഇവിടെ അതിരപ്പള്ളി കാണാത്തവരുണ്ടെങ്കിൽ
നമ്മുടെ ഈ ഭാഗത്തുള്ള ഒരു മലയാളികളോട് ആരുമില്ല, ആരുമില്ല. ഒക്കെ പുറത്തുനിന്നുള്ളവരാ. അതായത് ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ഭയങ്കര കുറവാണ്. കംപ്ലീറ്റ് ഹിന്ദിക്കാരും തമിഴരും മാത്രമേ ഉള്ളൂ. മലയാളികള് വളരെ കുറവാണ്. അതേ ഒരു പട്ടിയൊക്കെ നോക്കി, പട്ടി വെള്ളം കുടിക്കുന്നത് വെള്ളച്ചാട്ടത്തിൽ വന്നതേ. പട്ടി ഒഴുകി പോവോ? അതിരപ്പള്ളി കണ്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ ആരെങ്കിലും. പിന്നെ ഈ കാണുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, വീടുണ്ടല്ലോ, ഇത് എത്ര വെള്ളം വന്നാലും ഈ അതിരപ്പള്ളി അന്ന് 2018 ഫ്ലഡ് വന്നിട്ട് പോലും ഈ അതായത് ഈ ചെറിയൊരു വീട് പോലെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നമ്മുടെ ഗാഡ്സിന്റെ ഒരു വീട് പോലെ ഈ വീട് 2018 വെള്ളം വന്നിട്ട് പോലും ഈ സാധനം ഒഴുകി പോയില്ല എന്ന് പറയണം. അപ്പൊ ഇതിന്റെ അത്രം വ്യത്യസ്തമായ ഒരു സ്ട്രക്ചറാണ് ഇത് പണിയാൻ വേണ്ടിയിട്ട് എടുത്താണ്. വലിയ എഞ്ചിനീയർമാരൊന്നുമല്ല, പഴയ ആളുകൾ പണിതൊരു സംഭവമാണ്. പക്ഷെ ഇത് 2018 ഫ്ലഡിൽ വെള്ളം വന്നിട്ട് പോലും ഈ സംഭവം ഒഴുകി പോയില്ല. അത് ഭയങ്കര സംഭവം ഉണ്ടത്. പിന്നെ വെള്ളം, മഴ കുറവുണ്ടോ അനു? അതിനുണ്ട് മഴ കണ്ടോ? മഴ കിട്ടാൻ വേണ്ടിട്ട് വന്നാണ് അനു. മഴ കണ്ട് കാറിലൂടെ കാട്ടിലൂടെ യാത്ര. പക്ഷെ എന്ത് ചെയ്യാം ചേച്ചി, ഞങ്ങൾ മഞ്ഞുമ്മലാണ് എറണാകുളം വീട്, എൻ്റെ ഇരിഞ്ഞാലക്കുട. ഞങ്ങൾ മഞ്ഞുമ്മലാണ്. മഞ്ഞുമ്മൽ ബോയ്സിന്റെ ആൾക്കാരാണ് ടിനു. അപ്പൊ മഞ്ഞുമ്മൽ ബോയ്സിനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടാവൂല്ലേ? എവലിക്കുട്ട എങ്ങനെയുണ്ടാ? സൂപ്പർ. എന്താ കണ്ട ഇവിടെ വന്നിട്ട്? എന്നിട്ട് കണ്ടേ ഏത് കണ്ട കാര്യം പറ. ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് പറയും, ക്യാമറയിൽ നോക്കി. എന്താ കണ്ടേ? നിനക്ക് വെള്ളച്ചാട്ടം കാണിച്ചു. ഏവരും വെള്ളച്ചാട്ടം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകട്ടെ നമ്മളെ. വെള്ളച്ചാട്ടം കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണ്ട. അതിരപ്പള്ളി വന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഏവരും വെള്ളച്ചാട്ടം കാണാൻ വരാണ്. എവിടെ ചെറിയൊരു വ്യൂ പോയിന്റ്. சேவ் பண்ற எல்லாத்தையும் மறக்காம இங்க இல்ல அவங்க கூட പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തമിഴ്നാടാണെന്ന് കംപ്ലീറ്റ് തമിഴന്മാരുടെ ഒരു ഏരിയയും അറിയാണ്. അപ്പൊ ഒരു തമിഴും ഹിന്ദിക്കാരും ഉള്ളു അല്ലേ? യങ്സ്റ്റേഴ്സ് കുറച്ചുണ്ട്, പക്ഷെ വളരെ കുറച്ചുള്ളൂ. എല്ലാവരും എന്താ പറയാ, യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാരാണ്. യൂറോപ്യൻ കൺട്രീസ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ കൂടുതലും. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട്. അതെ, ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ട്. ഈ അറ്റത്ത് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വ്യൂ ആണ്. ഇതാണ് നമ്മുടെ ചാലക്കുടി പുഴ കേട്ടോ. ഈ പുഴയിലൂടെയാണ്, ഈ ഒഴുകിയാണ് നമ്മുടെ ചാലക്കുടി പുഴയിലേക്ക് എത്തണത്. എവിലിന് വെള്ളച്ചാട്ടം കാണാൻ ഒരു താല്പര്യമില്ല, മീനിനെ കാണാൻ മാത്രം ഒന്നാണ്. മീനിനെ പാക്ക് ചെയ്യാൻ പറ്റുമോ ആലോചിക്കണേ. എവിലൂടെ മീനെ പാക്ക് ചെയ്താലോ? പാക്ക് ചെയ്യോ? പിന്നെ പിന്നത്തെ വേറെ കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പോ വെക്കേഷനൊക്കെ കഴിഞ്ഞു വന്നത് കുറച്ച് വർഷമായി. അതിരപ്പള്ളി പോയിട്ട് താഴേക്ക് പോയി വീഡിയോ എടുത്ത് താഴേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം താഴേക്ക് പോയിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കല്യാണത്തിന് മുമ്പ് അതിരപ്പള്ളി വന്നിട്ടുണ്ട് ഫാമിലിയായിട്ട്. പക്ഷെ ഞാൻ പിന്നെ ഒരുപാട് തവണ എണ്ണാവുന്നതിൽ കൂടുതലധികം എത്ര പ്രാവശ്യം വന്നു പോലും നമുക്കറിയില്ല. അത് ഇത്ര അധികം ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനും അതിനും വന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങളിവിടെ ഇറങ്ങിയില്ല. അന്ന് ഞങ്ങൾ നേരെ വാൽപ്പാറയ്ക്ക് പോയതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇറങ്ങിയില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഞാനും കൂടി ഇറങ്ങി. നമ്മുടെ അവിടെ ഒരു വ്യൂ പോയിന്റ് എൻട്രൻസിൽ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞൊരു ഹണിമൂൺ ട്രിപ്പാണ് ഇപ്പൊ ഞങ്ങളത്. ഹണിമൂണിലേക്ക് വെച്ചോണ്ടാ ഹണിമൂൺ എന്ത് ചെയ്യലൂട്ടാ? എന്ത് പറ്റി?
അവൾക്ക് മീനിനെ കൊണ്ട് പോണം. താഴെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറയുന്നുണ്ട്. താഴെ പോയി വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറയട്ടോ. ആർക്കൊക്കെ താഴെ പോയി വീഡിയോ കാണണം എന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് പറഞ്ഞോ. സ്ലോ കണക്ഷനാണ്, നെറ്റ് ഭയങ്കര കുറവെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് പേരുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഇത് കുറവാണ്, റേഞ്ച് ഇത്തിരി കുറവുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ താഴെ പോയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താഴെ പോയി കാണിക്കണം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, കാണിക്കാം. ഞാനൊരു പാട്ട്. അയ്യോ വേണ്ട, അവരൊക്കെ പോവും. ഓക്കെ, താഴെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു ലൈവ് പോവാം. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ.